അപ്പൊ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം ഗൈസ്. എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. അപ്പൊ നമുക്ക് ഇന്ന് സിറ്റിയിൽ കുറച്ച് പരിപാടികളുണ്ട്. ഇന്ന് കൺസൈൻമെന്റ് ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് കേട്ടോ. ഇന്ന് കൺസൈൻമെന്റ് ഉണ്ട്. എടാ ഇനി ഞാൻ ആലോചിക്കട്ടെ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ ഈ ഗെയിമിനകത്ത് ജോയിന്റ് അടിക്കടാ, മറ്റേ ഷീൽഡ് അടിക്കടാന്നൊക്കെ പറയൂലേ, അതുകൊണ്ടായിരിക്കും ഇനി ഡ്രഗ് പിടിച്ചിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇന്നലെ രാത്രി TDM പ്രാക്ടീസിലായിരുന്നു. ഹോസ്റ്റേജോ? എടാ ഈ സിറ്റിയിലെ അപ്പിക്കണ്ടികളെ പേടിച്ചിട്ട് എന്റെ ഗ്യാങ്ങിന്റെ ഡ്രസ് ഊരി നടക്കേണ്ട ഒരു സമയം എനിക്ക് വരുവാണെങ്കിൽ ഞാൻ എന്റെ ഗ്യാങ് ഡിസ്മാൻഡിൽ ചെയ്തങ്ങ് പോവും. പിന്നെ യു ആർ ഇൻ ബാഡ് ഹെൽത്ത്. അയ്യോ, ഫുഡും വെള്ളവും ഇല്ല. അത് പോയിന്റ്, പിന്നെ അല്ലാതെ. ആ എടാ, ഞാൻ ഇവിടെ TDM എടുത്തോണ്ട് ഞാൻ വണ്ടി എടുത്ത് അങ്ങോട്ട് വരുവാ. നിങ്ങൾക്ക് എവിടെയാ? ആ ഓക്കെ. മസ്തു എന്ത് ചെയ്യും നമ്മുടെ ഡ്രൈവ്? അയ്യോ, മസ്തുവിനകത്ത് ഒട്ടും ഫ്യൂവൽ ഇല്ല കേട്ടാ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പമ്പുണ്ടോ? അയ്യോ, അവിടെ ഒരു എത്തൂല കൈസ്, ഈ വണ്ടി കൊണ്ട് പോയാ. ആ, അടുത്ത് പമ്പുള്ളത് ഇവിടെ. അവിടെ ഒരു എത്തുമെന്നാണ് എന്റെ മനസ്സ് പറയണത്. 4 HP അല്ലേ? അയ്യോ, അങ്ങോട്ടല്ലായിരുന്നല്ലേ വഴി. ഞാൻ വണ്ടി ഞാൻ എഞ്ചിൻ ഓഫ് ചെയ്തേ, ന്യൂട്രൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഓ, വീണ്ടും ഓണാക്കിയേ. വേണമെങ്കിൽ പോ നീയൊക്കെ. മലയാളി തന്നെ സത്യം. മസ്താങ്ങൊക്കെ എടുത്തിട്ട് ഫ്യൂവൽ എഫിഷ്യൻസി നോക്കി വണ്ടി പഠിക്കാന്ന് പറഞ്ഞ സൗണ്ട് എല്ലാം കൂടെ 2 കൈയേ ഉള്ളൂ. സമാനം വെച്ച് അടിക്കാനൊന്നും പറ്റത്തില്ല ഇതിനകത്ത്. ഒന്ന് വെയിറ്റ് ചെയ്യ്, വണ്ടി അവിടെ എത്തിക്കോട്ടെ. ക്ലിക്ക് മാറ്റാം, കുറച്ചു നേരം ക്ലിക്ക് ഒന്ന് കേക്ക്. എന്തൊക്കെയാ പ്രശ്നങ്ങളാണ് കളിക്കുന്നത്. എന്നൊക്കെ കൂടുതൽ പ്രശ്നമാണ് കണ്ടോണ്ടിരിക്കുന്നത്. കുറച്ചു നേരം ഞാൻ ബൈക്കിൽ കയറിയൊക്കെ ചെവിന്ന് ഹെഡ്സെറ്റ് ഊരി വെക്ക്. എന്തൊക്കെ പ്രശ്നങ്ങളിലാണ്. ട്രക്ക് മാഫിയയുടെ അടുത്ത് ഓടി രക്ഷപ്പെട്ട് സമാധാനത്തിനെ കുറിച്ച് ഗെയിം കളിക്കാൻ വന്നപ്പോ മൈക്കിളിക്കുന്നു. അവിടെ പമ്പ് വരെ പ്ലീസ്. മസ്തു ചതിക്കല്ലേ എന്റെ മസ്തു. അവിടെ വരെ എത്തിക്കണേ എന്നെ. നമ്മുടെ മസ്തു ചതിക്കില്ലടാ. മസ്തു എത്തിച്ചേട്ടാ. The gas station doesn't have fuel. നിങ്ങളൊക്കെ എവിടാലോ? എനിക്ക് ആരെ കണ്ടുവിടറാ. എവിടെ നിൽക്കുന്നുണ്ട്? നേരെ പോയ മുതുക്ക് പമ്പ. മസ്തു ഒന്ന് എത്തിക്കും. മസ്തു അവിടെ വരെ നാണം കിടത്തല്ലേ മസ്തു. Come on. Let's go, Mastu. Let's go. മസ്തു, പക്ഷെ ഈ വണ്ടിയില് ഞാൻ അവിടെ പോകത്തുള്ളേ. എവിടെ പോവാണല്ലോ ഈ വണ്ടിയില്. വാർച്ചാറ്റ് എന്താ? വാർച്ചാറ്റിലെന്താ? എടാ വാർച്ചാറ്റിൽ എന്താടാ? ഫ്രണ്ടിലൊരു പമ്പ് ഉണ്ട്. എനിക്ക് കണ്ടുവിടാൻ ആരെയും. അപ്പൊ അങ്ങനെ ഇടിച്ചാണ്. എടാ ഞാൻ വന്നോണ്ടിരിക്കുക. ഇവിടെ ഫ്രണ്ടിൽ പമ്പുണ്ട്. മസ്തു പ്ലീസ് കമോൺ മസ്തു. പേര് കളയല്ലേ. ഒരു പറഞ്ഞേ.
ഇതിന്റെ പേര് കണ്ടാ നീ പുറകില് വാസു. വാസുവിന്റെ ഓറ കളയരുത് നീ പ്ലീസ്. എന്റെ അവിടെ എത്തിക്കണേ വസ്തു പ്ലീസ്. വസ്തു പ്ലീസ് 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 മസ്തു. വണ്ടി എടുത്തോണേ. കമോൺ മസ്തു, ആരുടെ സഹായമില്ല നമുക്ക് പമ്പ് വരെ എത്താം. ഈസിയാ, പറ്റും പറ്റും. കമോൺ കമോൺ, നിന്നെ കൊണ്ട് പറ്റും. ആ ഇറക്കോ ഇറക്കോ ഇറക്കോ, എഞ്ചിൻ അറിയണ്ട. ആ ഇറക്കോ. കമോൺ 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 കമോൺ. തൊട്ട് മുമ്പിൽ പമ്പുണ്ട്, തൊട്ട് മുമ്പില്. കമോൺ, പമ്പിലെത്തൂടാ എത്തൂടാ എത്തിക്കോടാ എത്തിക്കോടാ ഞാൻ. കമോൺ മസ്തു, മാറിക്കടാ ബ്രോ, ഒന്ന് മാറിക്കോ. ഇല്ല വേണ്ട വേണ്ട വേണ്ട, ഹെൽപ്പ് വേണ്ട ഹെൽപ്പ് വേണ്ട. ആരുടെ സഹായം നമുക്ക് വേണ്ട. സഹായം ഇല്ലാതെ എന്റെ മസ്തോടെ എത്തിക്കും എന്നെ. ഞാൻ ക്യാൻ വാങ്ങി അടിക്കുന്നില്ല. വണ്ടി അവിടെ എത്തിക്കണോടാ എനിക്ക്. എത്തിക്കും ഞാൻ. ഇതെന്താ റിവേഴ്സ് ഗിയറിൽ പോണേ മോനെ മസ്തു. ഇല്ലടാ പോടാ നമ്മുടെ മസ്തു. നിങ്ങളൊന്നും ചില്ലായി, നിങ്ങൾ ചാറ്റ് ഒന്നും ചില്ലായി. ഇടിക്കല്ലേ എന്നെ ഇടിക്കല്ലേ. ഇതാരാണ് എന്നെ സഹായിച്ചത്? എടാ മെറ്റാ പുണ്ടച്ചി. അണ്ണ ഞാൻ തൊട്ടപ്പുറത്തുണ്ടായിരുന്നു, വണ്ടി ഇറങ്ങിയെന്ന് ഒച്ച ഞാൻ കേട്ടെ. പമ്പ് നോട്ട് ഫൗണ്ട്. ഇങ്ങനൊരു പമ്പ് ഇല്ലെന്നാ പറയണേ. നോക്കിയേ, എനിക്കുണ്ടല്ലോ. ഈ പമ്പില്ലല്ലേ? ഉണ്ടല്ലോ. പമ്പ് നോട്ട് ഫൗണ്ട് എന്നല്ലേ കാണിക്കുന്നേ? എന്നെ കൊണ്ട് അങ്ങനെ പെട്രോൾ അടിച്ചല്ലേ. നിനക്കിപ്പ നീ ഫ്യൂൽ അടിച്ചാ? ഡിഫൻസ് ലോട്ട് ബ്രോ, താങ്ക് യു സോ മച്ച്. ഇന്ത്യ ജയിച്ചോ? ഇന്ത്യ ജയിച്ചോടാ. എന്താ കളി ഉണ്ടായി? സൗത്ത് ആഫ്രിക്ക 74 ഓൾ ഔട്ടോ. പോയാ അല്ല അല്ല അല്ല, കേറി കേറി കേറി. നീ മൈലാവിനെ എടുത്തു വാ. എടാ 79 ഓൾ ഔട്ടോ. ആരടാ എറിഞ്ഞിട്ടത്? അയ്യോ, കളി കാണാൻ പറ്റിയില്ല, കളി കാണാൻ പറ്റിയില്ല, കളി കാണാൻ പറ്റിയില്ല. ദൈവമേ, ഞാൻ എന്നൊക്കെ കാണാതിരിക്കുന്നു അന്നൊക്കെ നല്ല കളി മിസ്സായി പോകും. നല്ല കളി. ആ അതാ വന്നോണ്ടിരിക്കുക. എത്തിയ നീ ഇവിടെ മുതുകിലുണ്ടോ? അതാ വരുന്നത്, അതാ വരുന്നത്. ഞാൻ എന്താ അങ്ങോട്ട് മുതുകിലോട്ട് വന്നോണ്ടിരിക്കുന്നത്. വഴിയൊന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയി. എല്ലാരും വിക്കറ്റ് എടുത്തു. ആണോടാ, കളി കണ്ടില്ലടാ. ഞാനിത് എവിടെ പോവാ? മുതുകിലൂടെ എങ്ങനെയാണ് പോവാ? വഴി കയറി ആരോടും പറയല്ലേ, അമ്മമാർ 5 വർഷം പറഞ്ഞ് കളിയാക്കും. ധോണി 2 വിക്കറ്റ്. കാണാൻ പറ്റിയില്ലല്ലോ. ഇപ്പൊ എനിക്ക് സൗണ്ട് ഭയങ്കര കൂടി കേട്ടോ. ഭയങ്കര സൗണ്ട് കൂടുതലല്ലേ കയ്യിൽ നിങ്ങൾക്ക്? ചുമ്മാ ചെവി തുളയുന്നില്ലേ? സച്ചിൻ 100 അടിച്ചു. ഷോറൂമിന്റെ ഒക്കെ ലംബോർഗിനി അതേപടി എടാ മുതുക്കിന്ന് ആരെല്ലാം പിക്ക് ചെയ്യണോ? എവിടെ എവിടെ
അവനെ ക്യാരി അടിച്ചോ ചന്ദ്രനെ കൂട്ടണ്ടേ നമുക്ക് മിസ്റ്റർ എക്സിനെ കാണാൻ പോണം. അതിപ്പം പിന്നെ ആയാലും പോയല്ലോ ഡ്രോപ്പ് ചെയ്തിട്ട് വിടും. അതിപ്പം മിസ്റ്റർ എക്സിന് വെയിറ്റ് ചെയ്യാൻ പറ്റൂലേ മനുഷ്യരില്ലേ കേറി. അവര് 45 മിനിറ്റ് ആ ബൈക്കിന്റെ പുറകെ കേറണം മന്ദാരം സിംഗിൾ സീറ്റ് ആണ്. ചന്ദ്ര കേറ്. ആ ഓക്കെ അല്ല ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കൊമ്പനെ എടുത്തിട്ട് വരാം. ഓക്കെ കൊമ്പനെ എടുത്തിട്ട് വരാം. ആ എടുത്തിട്ടാണ് KV ഇഷ്യൂ. എടാ അതെനിക്ക് എടാ ഞാൻ പെട്ടെന്ന് ഓർത്തില്ലടാ ചന്ദ്ര അതുകൊണ്ടല്ല ഞാൻ അവിടെ ഇട്ടേക്ക് വെറുതെ ട്രാൻസ്ഫർ പൈസ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ ഓർത്തില്ല. ഇവിടെ എവിടെയാ എടുക്കുന്നേ? ബ്രോ അറിയാതെ തട്ടിയതാണ്. അതാരാ? ഹലോ വത്സണ്ണ, പറയടാ. അങ്ങോട്ട് പോയേ. എന്താ പരിപാടി? പരിപാടി ഞാൻ വണ്ടി ഒന്ന് സേവ് ചെയ്യാൻ വന്നു, ഇവിടെ കാണിക്കുന്നില്ല. ആ ഓക്കെ, അവിടെ നേരെ പോട്ടെ. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട്. ആ ഇനി ആ ഇങ്ങോട്ട് പോയോ മൊത്തം ഇങ്ങോട്ട് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വന്നേ. വണ്ടിയൊക്കെ കളയാനായിരുന്നു എത്ര ആളുടെ പറയും, ഇതൊക്കെ ചെറിയ വണ്ടി. അളിയ കൊമ്പൻ എടുക്കട്ടെ, വെയിറ്റ് ചെയ്യ് പ്ലീസ്. ഞാൻ അങ്ങനെ മുതുക്കിലൊന്നും വരാറില്ലല്ലോ ഗൈസ്. പെട്ടെന്ന് വിടും മിസ്റ്റർ എക്സ്, ഇപ്പൊ നമ്മളെ പറഞ്ഞു വിടും. ഇവരൊക്കെ മാറാതെ എന്തിനു ചെയ്യാനാടാ? ഇടിച്ച വള്ളിയോ ആവും. ഒരു മിനിറ്റ്, എനിക്ക് ഫ്യൂൽ അടിക്കണേ, കൊമ്പന് ഫ്യൂൽ ഇല്ല. ഒന്ന് മാറാ. ഫ്രണ്ടിൽ കിടന്ന് തിത്തിത്താര കളിക്കണം. പിന്നെ പെട്രോൾ വരുമെന്നല്ലേ ഇതിന്? ഇപ്പൊ അടിക്കാം, പെട്ടെന്ന് അടിക്കും. ഇത് നമ്മളെ SMB അടിക്കായിരുന്നു. ആ ഇനി ഞാൻ വെസ്റ്റ് പമ്പി വരെ പോവാം. ആവശ്യത്തിന് കൂച്ച് കൊമ്പനൊക്കെ മേയ്ക്കാൻ എന്തിനു പാടറേ, ഇത് തീരൂലേ? ആ ഊമ്പ്. ആ എങ്ങോട്ടാ പോണ്ടേ? ഇന്ന് മാർക്കറ്റ് ഉണ്ട്. മാർക്ക് കാണിയാ. ആ പീഡിയ ടണലോ. ടണലല്ല, ബാങ്കിൽ പൈസ എടുക്കണ്ടേ? പൈസ എടുക്കണ എന്തിന്? ബ്ലാക്ക് മണി 66 കോടി. എന്റെ ബ്ലാക്ക് മണി ഇല്ല. അണ്ണ ബാങ്കിലിട്ട് ഓർമ്മയില്ലേ 700 കോടി. ബാങ്കിൽ ബ്ലാക്ക് മണി ഇടാൻ പറ്റുമോ? ഞാൻ കൊടുത്തില്ലേ? നമ്മള് ഗ്യാങ് അക്കൗണ്ട് ഉണ്ടാക്കി ഇട്ടത്. നിങ്ങളെ ഒരു മിനിറ്റ് അമ്നേഷ്യ വന്നാ 200 കോടി നമ്മള് അണ്ണൻ നോക്ക, അണ്ണന്റെ ദിവ്യശക്തി ഉപയോഗിക്കാം. ദിവ്യശക്തി പിള്ളേരെ ഇപ്പൊ തള്ളക്കി വിളിച്ച് പറഞ്ഞോളൂ. എടാ എനിക്കറിയാം, എന്നാ ബാങ്കിൽ പോവാം. അണ്ണാ അതില് ചന്ദ്രനെ ആഡ് ചെയ്യുകയാണെങ്കിലേ ചന്ദ്രന് പൈസ എടുക്കാൻ പറ്റും. ഇല്ലല്ല, ചന്ദ്രനെ എന്തായാലും പൈസ കാര്യത്തിൽ ആഡ് ചെയ്യുന്നില്ല. അല്ല പിന്നെ അണ്ണ വന്നാ വിളിക്കുന്നു. ഞാൻ വരാം വിളിക്കുമ്പോ വരാം. അതാണ് കുറച്ചുകൂടെ ലാഭം. ഞാൻ ഇനി ട്രാവൽ ചെയ്യുന്ന സമയത്ത് കാറിൽ ഒരു പീസ് സെറ്റ് ചെയ്യാൻ വെളിയിൽ എനിക്ക് കുറച്ച് എക്സ്പെൻസ് ആയാലും നീ അകത്ത് കക്കുന്നത് എനിക്ക് കാണണ്ടല്ലോ. സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇത് സാബ്ഗുരുവിന്റെ ബാങ്കാണ് ഇത്. സാബ്ഗുരുന്റെ അണ്ണ താഴട്ടെ. ഇങ്ങോട്ടാ ആ പറയടാ. അണ്ണന് ഇവിടെ ഒരു മുതുക്കിലൊരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് അണ്ണനെ. തിരിച്ചു പോയല്ലേ? ഞാൻ വരുന്നത് എവിടെ പറയാ? ഒരു മിനിറ്റ്, പൈസ സ്വിസ് ബാങ്കിങ് അല്ലേ? ചന്ദ്രബോസ് ഏതാ ബിസിനസ് ബാങ്കിങ്, ഷെയർഡ് ബാങ്കിങ്? എന്താ സ്വിസ് ബാങ്കില് ഗ്യാങ്. അന്നാ ഒന്ന് മാറിക്കോ, ലിഫ്റ്റ് ഒക്കെ വരുന്ന, ഒന്ന് മാറിക്കടാ ചന്ദ്ര. ലിഫ്റ്റാ അണ്ണയുടെ മുകളിൽ തലേ പോണാ? എന്തൊക്കെ തരം ഗ്യാങ് അക്കൗണ്ടിലല്ലായിരുന്നോ?
ബീച്ചിലുണ്ടോ ബീച്ചിൽ എടാ ഇവിടെ സാബു- നേരെ opposite. അതില് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എടുക്കായിരുന്നു. എടാ എന്റെ ഫിംഗർ പ്രിന്റിൽ എന്തോ ഇരിക്കണം, അത് ആവുന്നില്ല അതാണ് കറക്റ്റ്. കഴിഞ്ഞ 2 ദിവസം വീട്ടിൽ ഇരുന്നോണ്ടേ അടിച്ചടിച്ച് കൈ